കൊട്ടാരക്കരയിൽ വൻ മോഷണ സംഘം പോലീസ് പിടിയിലായി. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കരുവാക്കി വാഹനങ്ങൾ മോഷ്ടിക്കുന്ന രണ്ട് കൊടും കുറ്റവാളികളെയാണ് കൊട്ടാരക്കര പോലീസ് അതിവിദഗ്ധമായി വലയിലാക്കിയത്. പത്തനംതിട്ട കല്ലൂപ്പാറ സ്വദേശി പ്രവീൺ എന്ന ബസലേൽ സി മാത്യു, പെരിനാട് സ്വദേശിയായ കാവനാട് ശശി എന്ന ബിനു എന്നിവരാണ് അറസ്റ്റിലായത്. കാവനാട് ശശി എന്ന ബിനു നിരവധി പിടിച്ചുപറി മോഷണ കേസുകളിൽ സ്ഥിരം പ്രതിയാണ്. മാവേലിക്കര സബ് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെയാണ് ഇയാൾ പ്രവീണുമായി പരിചയത്തിലാകുന്നത്. ജയിലിൽ വെച്ച് തന്നെ ഇരുവരും ചേർന്ന് മോഷണ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പുറത്തിറങ്ങിയ ശേഷം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉപയോഗിച്ചായി ഇവരുടെ പ്രധാന മോഷണങ്ങൾ. ഈ മാസം, അതായത് 2026 മെയ് 3 പുലർച്ചെ 1:15 കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഒരു മോട്ടോർ സൈക്കിൾ മോഷണം പോയിരുന്നു. കൂരമ്പല സ്വദേശികളുടെ ഈ വാഹനം പ്രായപൂർത്തിയാകാത്ത ഒരാളെ ഉപയോഗിച്ചാണ് ഇവർ മോഷ്ടിച്ചത്. മോഷ്ടിച്ച വാഹനം പ്രവീൺ സ്ഥിരമായി ഉപയോഗിച്ചു വരികയായിരുന്നു. ഇതിനെക്കുറിച്ച് പോലീസിന് ലഭിച്ച രഹസ്യ വിവരമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. തുടർന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജിജുകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. SI പങ്കജ് കൃഷ്ണ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്യാംകൃഷ്ണൻ, രാജേഷ്, അരുൺ എന്നിവരടങ്ങിയ സംഘം നടത്തിയ പഴുതടച്ച അന്വേഷണത്തിനൊടുവിൽ തിരുവല്ല കല്ലൂപ്പാറയിൽ നിന്നുമാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത്. ഇവരിൽ നിന്ന് മോഷ്ടിച്ച മോട്ടോർ സൈക്കിളും പോലീസ് കണ്ടെടുത്തു. പോലീസിനെ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. കുറത്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കറ്റാനം ഭാഗത്ത് വെച്ച് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന സ്ത്രീയുടെ മാല പൊട്ടിച്ച സംഭവത്തിലും ഈ പ്രതികൾക്ക് പങ്കുള്ളതായി തെളിഞ്ഞിട്ടുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള നിരവധി കേസുകളിൽ ഇവർ പ്രതികളാണെന്ന് പോലീസ് വ്യക്തമാക്കി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.